ഇരുന്നാ നല്ലത്. ഇയാള് തമ്പുരാനാന്ന് പറയണു. ഏത് കോലത്തെയാണാവോ? മട്ടും മാതിരിയും കണ്ടിട്ട് ചന്ത തമ്പുരാനാ. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടം വിട്ടു പോകരുത്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക, ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ദാറ്റ് ഈസ് ജഗൻസ് ലോ ഓഫ് ഡ്രിങ്കിങ്. ഇതെന്താ എന്താ ശാരടി? കിരീടം, ആറാം തമ്പുരാന്റെ കിരീടം. ആറാം തമ്പുരാൻ? അതെ, അഞ്ചാം തമ്പുരാൻ ദത്തൻ തമ്പുരാന് ശേഷമുള്ള തലമുറയിലെല്ലാം മോഴകളായിരുന്നു. ആണും പെണ്ണും കെട്ട വഹ. ഇപ്പോഴാ ഈ കോലത്തൊരു തമ്പുരാൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് ആറാം തമ്പുരാനാ. This is a കിരീടധാരണം. I drink very much whiskey today. Today അല്ല, tonight. Okay മംഗലം? Yeah, ambitions. പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊയ്ക്കളയല്ലോ. അധികം നാൾ ഇവിടെ കാണുകയില്ലെന്നല്ലേ പറയുന്നത്. ഒരു നിയോഗമാ തമ്പുരാനെ ഇവിടെ എത്തിച്ചത്. അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയത്തിക്കാവിലമ്മ പറഞ്ഞയക്കില്ല പിള്ളേ. തമ്പുരാൻ, കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കൊളപ്പുള്ളിന്ന് ചിലര് വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. വിളിക്കൂ. ആരാണാവോ? അപ്പം തമ്പുരാനാ? ഏയ്, ആനയാവില്ല, ആന പിണ്ടങ്ങളാവും. ഇരിക്ക എഴുതച്ചാ, ഇരിക്ക. വന്നത് എന്റെ അതിഥികളാണ്. അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആ, എന്തായി കോലം പൊളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പം തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? ഏയ് എന്നല്ല, പൊളിക്കണം. അതിപ്പോ എങ്ങനെ വേണമെന്നാണ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കഴുക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. എന്താ കളി പറയുക? ആളെ പൊട്ടറാക്കുക? അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അല്ല ഫ്രണ്ട്, ഈ കോലം പൊളിക്കാനായിട്ട് നിങ്ങൾ അപ്പം തമ്പുരാൻ ഉറക്കം കിട്ടണല്ലേ? അല്ല, അത് വല്ലാത്തൊരു സൂക്കടാണല്ലോ. ഹലോ, കോലം തൽക്കാലം പൊളിക്കാൻ പോണില്ല. അത് താനല്ല തീരുമാനിക്ക. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട്, ആയിക്കോ. പക്ഷെ ആളാകാൻ നിക്കണ്ട. എരപ്പാളി, ചക്കാത്തിന് നിന്നെ നിന്റെ ഭാര്യ വീട്ടിൽ വന്നോട് ആരെങ്കിലും? കൊളപ്പുള്ളി അപ്പന്റെ എച്ചിൽ പട്ടി. കയ്യാങ്കളി വേണ്ട, പൊയ്ക്കോളൂ. ഞാനിവിടെ കുറച്ച് നാൾ താമസിക്കാനാ തീരുമാനം. അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പൊളിക്കാം, കത്തിക്കാം, ഞാൻ അറിയിക്കാം. ഇപ്പൊ പൊയ്ക്കോളൂ. ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ, ആർക്കായാലും. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും വീഴ്ചയിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും 4 വാക്ക്, അല്ലേ ഗോവിന്ദൻകുട്ടി? ശംഭോ മഹാദേവ. പിള്ളേ ഒഴുക്കി പിള്ളേ.